Mukul Vasnik ji, Mullapalli Ramachandran ji, Ramesh Chenitala ji, KC Venugopal ji, Uman Chandi ji, Haidar Ali Shah Kangal ji, Kunali Kutti ji, MK Raghavan ji, K Sudhakaran ji, K Suresh ji, Benny Behanan ji, E.T. Mohammad Bashir ji, Abdul Wahab ji, T. Siddiq ji, party leaders, workers, NSUI Youth Congress, Sevadal and Mahila Congress leaders and workers, friends from the media, brothers and sisters, I'd like to welcome all of you here today. അതിമഹത്തായ ഈ വേദിയിൽ ഉപവിഷ്ടരായ അഭിവന്ദരായ നേതാക്കളെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും സേവാദളിൻ്റെയും പ്രിയപ്പെട്ട പ്രവർത്തകരായ എൻ്റെ സഹോദരന്മാരെ, നിങ്ങളെ കാണുവാൻ സാധിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. I'm happy to be back here in Kerala. കേരളത്തിൽ തിരിച്ചെത്തിയതിൽ ഞാൻ വളരെയേറെ സന്തുഷ്ടനാണ്. I'm happy to come to a state where people of different ideas, different religions, all live happily together. വ്യത്യസ്തമായ ആശയധാരകളുടെയും വൈവിധ്യമാർന്ന മതങ്ങളുടെയും ചിന്താ പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികളായ ജനങ്ങൾ സഹവർത്തിത്വത്തിൽ തോളോട് തോളുരുമ്മി സൗഹൃദത്തിൽ ജീവിക്കുന്ന കേരള നാട്ടിലെത്തുമ്പോൾ എനിക്ക് അനൽപമായ സന്തോഷവും ചാരിതാർത്ഥ്യവുമാണുള്ളത്. Today there is a ideological battle being played out in our country. ഇന്ന് നമ്മുടെ രാജ്യത്തൊരു പ്രത്യയശാസ്ത്രപരമായ പോരാട്ടം നടക്കുകയാണ്. On one side is the Congress party and our allies, and on the other side the RSS, Mr. Narendra Modi and the BJP. ഒരു ഭാഗത്ത് കോൺഗ്രസും അതിൻ്റെ സഖ്യകക്ഷികളും, മറുഭാഗത്ത് RSSും മോദിയും പ്രതിനിധാനം ചെയ്യുന്ന മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. I would like to tell you a little bit today about what I think the Congress party is. എന്താണ് കോൺഗ്രസ് പാർട്ടി എന്നതിനെക്കുറിച്ച്, കോൺഗ്രസ് എന്തിന് നിലകൊള്ളുന്നുവെന്നതിനെക്കുറിച്ച് സ്വല്പസമയം നിങ്ങളോട് സംവദിക്കാൻ ഞാൻ അഭിലഷിക്കുന്നു. The Congress party is the voice of this country. കോൺഗ്രസ് പാർട്ടി രാജ്യത്തിന്റെ ശബ്ദമാണ്. Not the voice of one person, not the voice of one community, but the voice of everybody in this country. കോൺഗ്രസ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെയോ സമുദായത്തിന്റെയോ മാത്രം സ്വരമല്ല, ഈ രാജ്യത്ത് അധിവസിക്കുന്ന മുഴുവൻ ജനപഥങ്ങളുടെയും സ്വരമാണ് കോൺഗ്രസ് പാർട്ടി. So the Congress party is a instrument of listening to the people of India. ജനങ്ങളോട് ശ്രദ്ധ കാണിക്കുകയും ജനങ്ങൾ പറയുന്നത് സശ്രദ്ധം ശ്രവിക്കുകയും ചെയ്യുക എന്നുള്ളതിനെയാണ് കോൺഗ്രസ് പ്രതീകവൽക്കരിക്കുന്നത്. And it is important for the Congress party to listen to every single idea, every single belief, every single passion of this country. അതുകൊണ്ട് ഈ രാജ്യത്തെ ഓരോ വിശ്വാസത്തെ, ഓരോ പ്രത്യയശാസ്ത്രത്തെ, ഓരോ ജനവിഭാഗത്തിന്റെയും അഭിലാഷ കാമനകളെ അതിനെ മുഴുവൻ ശ്രദ്ധിക്കുവാനും അതിനെ മുഴുവൻ സ്വാംശീകരിക്കുവാനും കോൺഗ്രസ് പാർട്ടി ബാധ്യസ്ഥമാണ്. That is why our great leader Mahatma Gandhi said, look for the last person in the line. അതുകൊണ്ടാണ് വരിയിൽ നിൽക്കുന്ന ഒടുക്കത്തെ മനുഷ്യനെ ശ്രദ്ധിക്കൂ എന്ന് മഹാത്മാഗാന്ധി എപ്പോഴും പറയാറുണ്ടായിരുന്നത്. Listen to the weakest voice you can find. ഏറ്റവും ദുർബലമായ സ്വരത്തെ ശ്രദ്ധിക്കുക. Because once you have heard the weakest voice in the country, you have understood what the country is. ഏറ്റവും ദുർബലമായ ശബ്ദത്തെ, സ്വരത്തെ ശ്രദ്ധിക്കുക വഴി രാജ്യം എന്താണ് എന്നതിനെ യഥാവിധി മനസ്സിലാക്കുകയാണ് നാം ചെയ്യുന്നത്. So the Congress party does not want to impose anything on India.
It does not want to impose an idea on this country. കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ മേൽ ഒന്നും അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ മേൽ എന്തെങ്കിലും ആധിപത്യം ചെലുത്താനും ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് ഈ രാജ്യത്തെ ശ്രദ്ധിക്കാനാണ് ആഗ്രഹിക്കുന്നത്. The Congress party wants to listen to what the people of India are saying and then act on what the Congress party hears. ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് പറയുന്നു, അവരെങ്ങനെ ചിന്തിക്കുന്നു, എന്താണ് അവരുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, അത് ശ്രദ്ധിക്കുവാനും അവരുടെ ആവശ്യങ്ങളെ നിവർത്തിക്കുവാനുമാണ് കോൺഗ്രസ് പ്രയത്നിക്കുന്നത്. And that is why the doors of the Congress party are open to anybody in this country. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ കവാടങ്ങൾ ഈ രാജ്യത്ത് സകലമാന വ്യക്തികൾക്ക് മുമ്പാകെ തുറന്നു കിടക്കുന്നത് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. Congress party really does not mind what religion you are from, what language you speak, what you believe. Congress party wants to listen to you and wants to build the India of your dreams. നിങ്ങൾ ഏത് മതം വിശ്വസിക്കട്ടെ, ഏത് ഭാഷ സംസാരിക്കട്ടെ, ഏത് ആശയത്തെ സ്വാംശീകരിക്കട്ടെ, അത് കോൺഗ്രസിന് പ്രശ്നമല്ല. കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്നിച്ചു കാണുകയും നിങ്ങളുടെ അഭിലാഷങ്ങളും നിങ്ങളുടെ ഹൃദയവികാരങ്ങളും എന്താണോ, നിങ്ങൾ എന്താണോ പറയുന്നത്, അത് സശ്രദ്ധം ശ്രവിക്കുവാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. India is like the ocean over here. ഇന്ത്യ ഇവിടെ കാണുന്ന മഹാസാഗരം പോലെയാണ്. We want to listen to the ocean. നാം ഈ കടലിനെ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു. We want to understand the ocean. നാം ഈ സാഗരത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. And we want to work with the ocean. നാം ഈ കടലിനോടൊപ്പം പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നു. Now on the other side there is the BJP RSS. മറുഭാഗത്തുള്ളത് ബിജെപിയും ആർഎസ്എസുമാണ്. They want to tell India what to do. ഇന്ത്യ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവർ ഇന്ത്യയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. They have an ideology which they are convinced about. അവർക്ക് സ്വയം ബോധ്യപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. And they want to tell everybody in India that that ideology is the truth. തങ്ങളുടെ ഈ പ്രത്യയശാസ്ത്രമാണ് ഏക ശരിയായ സംഗതി, ഏക ശരിയായ തത്വശാസ്ത്രം എന്നാണ് അവർ ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. They do not really care what the ocean is saying. എന്താണ് ജനമഹാസാഗരം പറയുന്നതെന്ന് ശ്രദ്ധിക്കുവാനോ അതിന് കാതുകൊടുക്കുവാനോ അവർ തയ്യാറല്ല. They don't want to listen to the waves of the ocean. അവർ കടലിന്റെ അലമാലകളുടെ ഗാനം മുഴങ്ങുന്നത് കേൾക്കാനോ അതിന്റെ നേരെ കാതു ചേർക്കാനോ They don't want to understand the ocean. അവർ ഒരിക്കലും കടലിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. They just have an idea and they want to repeat that idea. അവർക്കൊരാശയമുണ്ട്, അത് തന്നെ അവർ ചർവണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. It is like a man who stands in front of the ocean കടലിന്റെ വക്കത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ പറ്റി ഓർക്കുക. every morning and speaks to the ocean. എല്ലാ പ്രഭാതത്തിലും അയാൾ കടലിനോട് സംവദിക്കുന്നു. Who is arrogant enough to believe that his little idea is more powerful than the ideas of the ocean. തന്റെ ആശയം കടലിന്റേതിനേക്കാൾ വലിയ ശക്തമായ ആശയമാണെന്ന് അയാൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. He does not understand the power of the ocean. പക്ഷേ കടലിന്റെ ശക്തി മനസ്സിലാക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിയോ, So all he does is ridicule himself. അയാൾ കടലിനോട് സംസാരിക്കുന്നില്ല. We start from a position of humility. നാം വിനയത്തിൽ നിന്നാണ് നമ്മുടെ പ്രവർത്തനം തുടങ്ങുന്നത്. Before we start, we bow in front of our country. നാം ആരംഭം കുറിക്കുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ നമിക്കുന്നു. And when I say we bow in front of our country, I mean we bow in front of every voice in this country. ഈ രാജ്യത്തെ വന്ദിക്കുന്നു, ഈ രാജ്യത്തെ നമിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഞാൻ വിശദീകരിക്കട്ടെ. ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരനെയും നമിക്കുന്നു എന്നുള്ളതാണ്. And then we listen. നാം ശ്രദ്ധിക്കുന്നു. And you, in your wisdom, you with your intelligence, tell us what to do. നിങ്ങളുടെ വിവേകം, നിങ്ങളുടെ സൽബുദ്ധി അത് പറയുന്നതാണ്. അതനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. You are the masters, we work for you. നിങ്ങളാണ് യജമാനന്മാർ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ മാത്രമാണ്. Everybody in the Congress party understands this deeply. അഗാധ തലത്തിൽ കോൺഗ്രസിലെ ഓരോ വ്യക്തിയും ഈ തത്വം മനസ്സിലാക്കുന്നു. Today I went to the Fishermen Congress. I listened to them. ഞാൻ ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ സമ്മേളനത്തിൽ പോയി അവർക്ക് പറയാനുള്ളത് എന്തോ ഞാനത് ശ്രദ്ധിച്ചു. Yesterday in Tamil Nadu I listened to 300 young students, 3,000 young students. They told me what they felt. ഇന്നലെ ഞാൻ തമിഴ്നാട്ടിൽ പോയി 10,000-ഓളം വിദ്യാർത്ഥികളോട് സംവദിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. അവർക്ക് പറയാനുള്ളത് എന്താണോ അത് ഞാൻ സശ്രദ്ധം കേട്ടു. And you can see the difference. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. I stand in front of the press
every week. And they ask me whatever question they want. I listen to them. ഈ വ്യത്യാസം നിങ്ങൾ വേണ്ട പോലെ ഗ്രഹിക്കുമെന്ന് എന്റെ സഹോദരങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എല്ലാ ആഴ്ചയും മാധ്യമങ്ങളുടെ മുമ്പാകെ പോകുന്നു. അവർ അവർക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ എന്റെ മുമ്പാകെ ഉന്നയിക്കുകയും ചെയ്യുന്നു. And our Prime Minister, the only thing the Prime Minister does is every week he tells the country what he thinks. പക്ഷേ ഇവിടെ ഒരു പ്രധാനമന്ത്രിയുണ്ട്. അദ്ദേഹം ഓരോ ആഴ്ചയും താൻ എന്താണോ ചെയ്യാൻ പോകുന്നതെന്ന് മാത്രം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. Like a man who gets up in the morning here in the beach, stands in front of the ocean and tells the ocean what he thinks. എല്ലാ ദിവസവും പുലർകാല വേളയിൽ ഉണർന്നെഴുന്നേറ്റ് കടൽ തീരത്ത് പോയി കടലിനോട് നീ എന്താണ് ചെയ്യേണ്ടതെന്ന് കടലിനോട് ആജ്ഞാപിക്കുന്ന പോലെയാണ് നമ്മുടെ പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നത്. Week after week, the man gets up, comes in front of the ocean and tells the ocean what he thinks. നാം ഈ കടലിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓരോരുത്തർ എന്ത് ചിന്തിക്കുന്നുവെന്ന് മാത്രമല്ല, ആ കടലിൽ നിന്ന് അതിന്റെ അഭിലാഷങ്ങളെ, അതിന്റെ ആശയങ്ങളെ കേൾക്കുവാനും ശ്രദ്ധിക്കുവാനുമാണ് നാം ആഗ്രഹിക്കുന്നത്. And what the man does not realize is that the ocean does not care what he thinks. എന്നാൽ ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, ഈ കടൽ മാത്രമല്ല ജനമഹാസാഗരം തന്നെ എങ്ങനെ നിരീക്ഷിക്കുന്നു, തന്നെ എങ്ങനെ കാണുന്നു, നോക്കി കാണുന്നുവെന്നത് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. Can you imagine the arrogance of such a man? നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥാവിശേഷത്തെ കുറിച്ച്? Such a great country, more than 1 billion people, different ideas, different systems, different religions, different cultures, history of thousands and thousands of years, and one man stands up every day and says, I am going to tell you my Man Ki Baat. ഞാൻ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ, നിങ്ങൾ എന്റെ സഹോദരങ്ങൾക്ക് മുമ്പാകെ ഉന്നയിക്കുന്നു, നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ ഒരു മഹത്തായ രാജ്യം? Who do you think you are that this ocean wants to listen to your Man Ki Baat? ഈ രാജ്യത്തെ വൈവിധ്യമാർന്ന ആശയങ്ങൾ, വിവിധങ്ങളായ മതങ്ങൾ, വിവിധങ്ങളായ ചിന്താധാരകൾ, ഇങ്ങനെയുള്ള വൈവിധ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള Where is so much arrogance from that you believe that this ocean wants to listen to you? സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ഈ രാജ്യം, ആ രാജ്യത്തിന്റെ മുമ്പാകെ വന്നുകൊണ്ട് സ്വന്തം മനസ്സിന്റെ കാര്യം മാത്രം പറയുന്ന, മൻ കി ബാത്ത് മാത്രം പറയുന്ന ഒരു വ്യക്തിയെ പറ്റി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കടലിന്റെ മുമ്പാകെ വന്നു തന്റെ മനസ്സിനെ കുറിച്ച് മാത്രമാണ് അയാൾ പറയുന്നത്. അദ്ദേഹത്തിന് കടലിന്റെ സ്വരം എന്തെന്ന് ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നു. The Prime Minister's job is not to tell the nation his Man Ki Baat. The Prime Minister's job is to listen to the Man Ki Baat of every single citizen of India. തന്റെ മനസ്സിൽ എന്താണോ ഉള്ളതെന്നൊരു ജനങ്ങളോട് പറയുന്നതല്ല ഒരു പ്രധാനമന്ത്രിയുടെ ചുമതല. സ്വന്തം മൻ കി ബാത്ത് പറയുകയല്ല ഒരു പ്രധാനമന്ത്രി വേണ്ടത്. ജനങ്ങളുടെ മനസ്സിലുള്ളത് എന്താണോ, ജനങ്ങളുടെ മൻ കി ബാത്ത് എന്താണോ, അത് ഗ്രഹിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും പ്രവർത്തിക്കുകയുമാണ് ഒരു പ്രധാനമന്ത്രിയുടെ ബാധ്യത. The Prime Minister's job is to be so humble, to reduce himself so much that the poorest, weakest man is hurt by him. ഒരു പ്രധാനമന്ത്രി അങ്ങേയറ്റം വിനയാന്വിതനാകണം. ഏറ്റവും ദുർബലനായ മനുഷ്യന്റെ വികാര വിചാരങ്ങളെ ഉൾക്കൊള്ളുവാനും ശ്രദ്ധിക്കുവാനും സാധിക്കുന്ന അവസ്ഥയിലുള്ള വിനയാന്വിതമായ വ്യക്തിത്വമായിരിക്കണം ഒരു പ്രധാനമന്ത്രിക്കുണ്ടായി. So what we have seen over the last 5 years is the governance of Man Ki Baat, one man's Man Ki Baat. കഴിഞ്ഞ 5 കൊല്ലം നാം കണ്ടത്, കഴിഞ്ഞ 5 വത്സരക്കാലം നാം കണ്ടത് ഒരാളുടെ മനസ്സിന്റെ ഭരണമാണ്, ഒരാളുടെ മനസ്സിന്റെ ആവിഷ്കാരമാണ്, ഒരൊറ്റ വ്യക്തിയുടെ മനസ്സിന്റെ അഭിപ്രായങ്ങളാണ്. Yesterday I asked 3,000 young students what they thought about demonetization, about Notbandi. ഞാൻ കഴിഞ്ഞ ദിവസം 3000 വിദ്യാർത്ഥികളോട് ചോദിച്ചു, നോട്ട് അസാധുവൽക്കരണത്തെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് എന്ന്. They told me they thought it was nonsense. അവർ പറഞ്ഞു അത് അസംബന്ധമാണെന്ന്. If the Prime Minister had gone with a little bit of humility and asked those girls, what do you think about demonetization, he would have got the answer he deserved. അല്പം വിനയം നമ്മുടെ പ്രധാനമന്ത്രിക്കുണ്ടായിരുന്നെങ്കിൽ ആ വിദ്യാർത്ഥിനികളുടെ അടുക്കൽ പോയി ഞാൻ ചോദിച്ച പോലെ അദ്ദേഹത്തിനും ചോദിക്കാൻ സാധിക്കുമായിരുന്നു, ഈ നോട്ട് അസാധുവൽക്കരണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവെന്ന്. എങ്കിൽ അവരുടെ സ്വരം ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. Without asking a single shopkeeper, without asking anybody who runs a business, without asking any farmer, without asking any of our sisters or mothers, the Prime Minister comes at 8 o'clock, stands in front of the ocean and says,
I am demonetizing the currency. ഒരാളോടും പ്രധാനമന്ത്രി ചോദിക്കുന്നില്ല, ഒരു കച്ചവടക്കാരനോടോ ഒരു കർഷകനോടോ ഒന്നും അന്വേഷിക്കുന്നില്ല, ഒരു അമ്മയോടും ഒന്നും അന്വേഷിക്കുന്നില്ല. അദ്ദേഹം എല്ലാ ദിവസവും പുലർകാലത്ത് കടലിന്റെ മുമ്പിൽ വന്ന് തന്റെ മനസ്സിന്റെ അഭിപ്രായങ്ങൾ തനിക്ക് എന്താണോ പറയാനുള്ളത് അത് മാത്രം പിച്ചും പേയും പറഞ്ഞുകൊണ്ടേയിരിക്കും. He caused tremendous pain to millions and millions of our brothers and sisters. ഈ നാട്ടിലെ മില്യൺ കണക്കിന് വരുന്ന ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളോടുള്ള കടമ മറന്നുകൊണ്ടാണ് destroyed thousands of businesses. എത്രയോ ആളുകളുടെ ജീവിതം അദ്ദേഹം തകർത്ത് കളഞ്ഞിരിക്കുന്നു. Wiped out the futures of millions of Indians. ഇന്ത്യ രാജ്യത്തിലെ മില്യൺ കണക്കിന് വരുന്ന ജനതകളുടെ ഭാവിയാണ് അദ്ദേഹം ഉച്ചാടനം ചെയ്തിട്ടുള്ളത്. And before he took that decision, he did not even ask the members of his cabinet. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സ്വന്തം മന്ത്രിസഭയിലെ സഹപ്രവർത്തകരായ അംഗങ്ങളോട് പോലും അദ്ദേഹം കൂടിയാലോചന ചെയ്യുന്നില്ല. Okay, forget the cabinet. There are institutions in this country. There are wise people in this country. ക്യാബിനറ്റിന്റെ കാര്യം, മന്ത്രിസഭയുടെ കാര്യം മറക്കുക. ഈ രാജ്യത്ത് മഹാസ്ഥാപനങ്ങളുണ്ട്, ഈ രാജ്യത്ത് ബുദ്ധിമാന്മാരായ വ്യക്തികളും അധിവസിക്കുന്നുണ്ട്. അവരോടും അദ്ദേഹം ഒന്നും ആലോചിക്കുന്നില്ല. The RBI has been protecting our economy for 70 years. 70 കൊല്ലം നമ്മുടെ സമ്പദ്ഘടനയെ സംരക്ഷിച്ചു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. He did not even bother to ask them. അദ്ദേഹം അവരോടും ചോദിക്കാൻ മെനക്കെട്ടില്ല. He attacks every single institution of this country. ഈ രാജ്യത്തെ ഓരോ സ്ഥാപനത്തെയും അദ്ദേഹം തകർത്ത് കളഞ്ഞിരിക്കുന്നു. What are these institutions? These institutions are the voice of our nation. എന്താണ് ഈ സ്ഥാപനങ്ങൾ? ഈ സ്ഥാപനങ്ങൾ നമ്മുടെ നാടിലെ ജനങ്ങളുടെ ശബ്ദമാണ്. What is the Supreme Court if it is not the voice of our nation? നമ്മുടെ ജനങ്ങളുടെ സ്വരമാകാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനീ സുപ്രീം കോടതി? What is the Election Commission if it is not the voice of our nation? ജനങ്ങളുടെ ശബ്ദത്തെ പ്രതീകവൽക്കരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനീ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? So the man who wants to impose his Mann Ki Baat on India attacks one after another all our institutions. തന്റെ മനസ്സിന്റെ അഭിപ്രായം മാത്രം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മേൽ തന്റെ അഭിപ്രായം, സ്വാഭിപ്രായം അടിച്ചേൽപ്പിക്കുന്ന വ്യക്തി ഒന്നൊന്നായി രാജ്യത്തിന്റെ മഹിത മന്ദിരങ്ങളായ സ്ഥാപനങ്ങളെ തകർത്ത് കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. And what is the result of this governance? എന്താണ് ഈ ഭരണത്തിന്റെ ഫലം? Today India has the highest unemployment rate in 45 years. ഇന്ന് 45 കൊല്ലക്കാലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള നാടായി ഇന്ത്യ മാറി. Farmers do not know what to do. For the first time, farmers are committing suicide in Kerala. എന്താണ് ചെയ്യേണ്ടതെന്ന് കർഷകർക്ക് അറിഞ്ഞുകൂടാ. ആദ്യമായിട്ടിതാ ഈ നാട്ടിലും നമ്മുടെ കേരളത്തിലും മറ്റു പല ഭാഗങ്ങളിലും കർഷകർ ഒന്നിനു പിറകെ ഒന്നായി ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. Farmers ask for farm loan waiver. Mr. Narendra Modi and Arun Jaitley laugh at them. നമ്മുടെ കർഷകർ ചോദിക്കുന്നത് കാർഷിക വായ്പ മാത്രമാണ്. നരേന്ദ്രമോദിയും അരുൺ ജെയ്റ്റ്ലിയും അവരെ നോക്കി പരിഹസിക്കുന്നു. And at the same time, in 5 years, Mr. Narendra Modi has forgiven 3,50,000 crores of 15 people. 50 സഹസ്രകോടീശ്വരന്മാരുടെ 3.5 ലക്ഷം കോടി കടമാണ്, വായ്പയാണ് ഈ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ നരേന്ദ്രമോദി ഈ സമയത്ത് എഴുതി തള്ളിയത്. These are the richest people in the country. ഇവർ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ധനാഢ്യരാണ്. People who have private jets. ഈ ആളുകൾക്ക് വ്യക്തമായ സ്വകാര്യ സ്ഥാപനങ്ങളും കച്ചവട. People who have practically unlimited money. ഇവർക്ക് അപ്രായോഗികമാവിധം പരിധി കവിഞ്ഞ മുതലുണ്ട്. They live in huge houses. അവർക്ക് വൻകിട ഭവനങ്ങളുണ്ട്. And Mr. Narendra Modi can forgive 3,50,000 crores of their money. എന്നിട്ട് 3.5 ലക്ഷം കോടി വരുന്ന കടമാണ്, രാജ്യത്തിന്റെ ധനമാണ് അവർക്ക് വേണ്ടി എഴുതി തള്ളാൻ നരേന്ദ്രമോദി സന്നദ്ധനായത്. He calls Nirav Modi Nirav Bhai. അദ്ദേഹം നീരവ് മോദിയെ നീരവ് ഭായ് എന്നാണ് വിളിക്കുന്നത്. Mehul Choksi Mehul Bhai. മെനുൽ ചോസ്കിയെ മെനുൽ ഭായ് എന്നാണ് വിളിക്കുന്നത്. Anil Ambani Anil Bhai. അനിൽ അംബാനി അനിൽ ഭായ് എന്നാണ്. വിജയ് മല്യ വിജയ് ഭായ് എന്നാണ് വിളിക്കുന്നത്. Lalit Modi Lalit Bhai. നരേന്ദ്രമോദി നരേന്ദ്ര ഭായ്. So they are his brothers. അവരൊക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം കൂടപ്പിറപ്പുകളാണ്. But he does not call the farmers of this country Bhai. പക്ഷേ അവർ ഈ നാട്ടിലെ കർഷകരെ സഹോദരൻ എന്ന് വിളിക്കുന്നില്ല. He does not call the small shopkeepers of this country Bhai. അവർ ഈ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരെ ഭായ് എന്ന് വിളിക്കുന്നില്ല. അവർ ഈ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരെ, വ്യാപാരികളെ
He does not call the youngsters of this country bhai. അദ്ദേഹം ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ഭായ് എന്ന് വിളിക്കാൻ തയ്യാറാകുന്നില്ല. Narendra Modi's brothers all have 30,000 crore rupees in the bank. നരേന്ദ്രമോദിയുടെ സുഹൃത്തുക്കൾക്ക് 30,000 കോടി രൂപയാണ് ബാങ്ക് നിക്ഷേപമുള്ളത്. Just go on the internet, you can see it. Narendra Modi, Nirav Modi, you can see it nicely. He's sitting there with him. നിങ്ങൾക്ക് ഇതൊക്കെ ഇന്റർനെറ്റിൽ പോയാൽ നരേന്ദ്രമോദി, നീരവ് മോദി അടിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഈ വസ്തുതകൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. After all, who gives Narendra Modi his voice? ആരാണ് അവസാന വിശകലനത്തിൽ ആരാണ് നരേന്ദ്രമോദിക്ക് ഇതിനുള്ള സൗകര്യം ചെയ്യുന്നത്? Who puts Narendra Modi on television? ആരാണ് നരേന്ദ്രമോദിയെ സ്വന്തം പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചാനലുകൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്? Who puts Narendra Modi in the newspapers? ആരാണ് നരേന്ദ്രമോദിയെ ഇവിടുത്തെ വർത്തമാന പത്രങ്ങളിൽ വലിയ പരസ്യങ്ങളിൽ കൊണ്ടുവരുന്നത്? Those same people whose 3,50,000 crore, 50,000 crores he forgives. അതേ കൂട്ടം ആ 3,50,000 രൂപ നിക്ഷേപമുള്ള കോടി രൂപ നിക്ഷേപമുള്ള അതേ ആളുകളാണ് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നിർമ്മാണത്തിന് വേണ്ടി. Brothers and sisters, the deal is very simple. ഈ കാര്യത്തിന്റെ സമവാക്യം വളരെ ലളിതം മനോഹരമാണ്. Narendra Modi will tell you his Man Ki Baat. നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അഭിപ്രായം നിങ്ങളോട് പറയും. And while he is telling you his Man Ki Baat, he will give them all India's wealth. അങ്ങനെ മൻ കി ബാത്ത് പറയുന്നതിനിടയിൽ രാജ്യത്തിന്റെ മുഴുവൻ ധനവും അദ്ദേഹം അവർക്ക് നൽകും. Today we bow in front of one of the young men killed in Pulwama. പുൽവാമയിൽ കൊല്ലപ്പെട്ട നമ്മുടെ യുവ ഭടന്റെ മുമ്പിൽ, രാജ്യത്തിന്റെ സൈനികന്റെ മുമ്പിൽ നാം നമ്മുടെ ആദരവും അഭിവാദ്യവും ഇന്ന് അർപ്പിക്കുകയുണ്ടായി. You know what Narendra Modi was doing after this young boy was killed? ഈ ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ട ശേഷം നരേന്ദ്രമോദി എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? 3.5 hours he was making a movie. 3.5 മണിക്കൂർ അദ്ദേഹം ഒരു സിനിമ എടുക്കുകയായിരുന്നു. He had makeup on his face and he was being filmed. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി സ്വന്തം മുഖത്ത് മേക്കപ്പിന്റെ ചായം തേക്കുകയായിരുന്നു. He was explaining to National Geographic about the animals in Corbett Park. അദ്ദേഹം നാഷണൽ ജോഗ്രഫിക്കാരോട് മൃഗങ്ങളെ കുറിച്ചും പാർക്കുകളെ കുറിച്ചും പറയുകയായിരുന്നു. And while Mr. Narendra Modi was being filmed, Mr. Adani got 6 Indian airports as a free gift. നരേന്ദ്രമോദി സിനിമയ്ക്ക് വേണ്ടി അഭിനയം പൂർത്തിയാക്കുമ്പോഴേക്ക് രാജ്യത്തെ 6 വിമാനത്താവളങ്ങൾ ഈ നാട്ടിലെ വലിയൊരു ശതകോടീശ്വരൻ കൈയടക്കുകയുണ്ടായി. Including one of your airports, brothers and sisters. നിങ്ങളുടെ നാട്ടിലെ ഒരു വിമാനത്താവളവും അദ്ദേഹം കൈയടക്കിയിരിക്കുന്നു. Narendra Modi gave it to him for free. നരേന്ദ്രമോദി അദ്ദേഹത്തിന് അത് സൗജന്യമായി കൊടുത്തു. So that is the system. ഇതാണ് വ്യവസ്ഥിതി. The Prime Minister tells you his Man Ki Baat, and then India's wealth goes to 15 to 20 of his friends. പ്രധാനമന്ത്രി തന്റെ മനസ്സിന്റെ കാര്യം പറയുമ്പോഴേക്ക് ഇന്ത്യയുടെ വിലപ്പെട്ട ധനം ഈ നാട്ടിലെ ചില കോടീശ്വരന്മാരുടെ പോക്കറ്റിൽ എത്തുന്നു. അതാണ് ഇവിടെ നിൽക്കുന്ന വ്യവസ്ഥ. And the farmers suffer, the small shopkeepers suffer, the medium and small businesses suffer, and the youngsters suffer. കർഷകർ കഷ്ടപ്പെടുന്നു, വ്യാപാരികൾ കഷ്ടപ്പെടുന്നു, ഈ രാജ്യത്തെ ചെറുപ്പക്കാർ കഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള ഏതാനും വ്യക്തികളുടെ കയ്യിൽ ധനം കുമിഞ്ഞുകൂടുമ്പോൾ രാജ്യത്തിലെ സാധാരണക്കാർ വലിയ കഷ്ടപ്പാടുകൾക്ക് ഇരയായിത്തീരുന്നു. That is what Mr. Narendra Modi calls New India. അതാണ് നരേന്ദ്രമോദിയുടെ നവഭാരതം. He wants 2 Indias. അദ്ദേഹത്തിന് വേണ്ടത് 2 ഇന്ത്യയാണ്. One India for these 15-20 people, and the other India for everybody else, for the youngsters, for the jobless, for all these people, the farmers. ഒരു ഇന്ത്യ ഈ 10-15 അല്ലെങ്കിൽ 15-20 പേർക്ക് മാത്രമുള്ള ഒരു ഇന്ത്യ. ഒരു ഇന്ത്യ ബാക്കിയുള്ള ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർ, കർഷകർ, വ്യാപാരികൾ, തൊഴിൽ രഹിതരായ യുവാക്കൾ, അവർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട മറ്റൊരു ഇന്ത്യ. We are not going to accept 2 Indias. നാം 2 ഇന്ത്യ എന്ന സങ്കല്പത്തെ തന്നെ നിരാകരിക്കുന്നു. There is no way that the Congress party is going to allow 2 Indias. 2 ഇന്ത്യയെ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ഇവിടെ അനുവദിക്കാൻ പോകുന്നില്ലെന്ന കാര്യവും നാം ഇവിടെ ഉച്ചസ്ഥലം ഉദ്ഘോഷിക്കുന്നു. And I want to tell you a few things that we are going to do to ensure that there are no 2 Indias when we come to power. നാം അധികാരത്തിലെത്തിയാൽ 2 ഇന്ത്യ ഉണ്ടാവുകയില്ല, ഒറ്റ ഇന്ത്യ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നത് വ്യക്തമാക്കാൻ വേണ്ടി നാം അധികാരത്തിലേറിയാൽ ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. The first thing we are going to do, and this is a revolutionary step, and everybody in Kerala needs to understand exactly what I am saying. ആദ്യത്തെ കാര്യം, അത് വിപ്ലവകരമായ ഒരു കാൽവെപ്പാണ്. കേരളത്തിലെ പ്രബുദ്ധ ജനം അതിന്റെ ഗൗരവത്തോടെ നിരീക്ഷിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. Remember, Mr. Narendra Modi wants to give 12 lakh crore rupees
of loan waiver to the richest people in the country. 12 ലക്ഷം കോടി രൂപ ഈ നാട്ടിലെ മുതലാളിമാർക്ക് നൽകാനാണല്ലോ ഇവിടെ നരേന്ദ്രമോദി തയ്യാറായത്. He has given all the ports in this country to one man. അദ്ദേഹം ഒറ്റ വ്യക്തിക്ക് ഈ നാട്ടിലെ സകല തുറമുഖങ്ങളും തീരെഴുതി കൊടുത്തു. He has given 30,000 crores to Anil Ambani. അദ്ദേഹം 30,000 കോടി അനിൽ അംബാനിക്ക് മാത്രം നൽകി. I will of course speak about that in some time. ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ നിങ്ങളോട് പറയാം. But the first thing we are going to do, we are going to make a minimum income line in this country. നാം ചെയ്യാൻ പോകുന്ന ഈ വിപ്ലവകരമായ കാൽവെപ്പ് എന്ന് പറയുന്നത് നാം ഈ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കുറഞ്ഞ ഒരു വരുമാന രേഖ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുകയാണ്. We are going to say that so many rupees is the minimum income line in India. ഇന്ത്യ രാജ്യത്തിലെ ഓരോ പൗരനും ഇത്ര രൂപയാണ് അയാളുടെ ഏറ്റവും കുറഞ്ഞ വരുമാനമെന്ന് നിശ്ചയിക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. And then we will go to every single poor person who is below that line. ആ ഏറ്റവും കുറഞ്ഞ വരുമാന രേഖയുടെ താഴെയുള്ള ഓരോ പാവപ്പെട്ട ഇന്ത്യക്കാരനെയും അയാളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് സമീപിക്കാൻ നാം ആഗ്രഹിക്കുന്നു. Every single Indian who is below that line. ആ രേഖയുടെ താഴെയുള്ള ഓരോ ഭാരതീയനും, doesn't matter which state, doesn't matter which religion, doesn't matter which caste. അയാൾ ഏത് സംസ്ഥാനത്താകട്ടെ, ഏത് ജാതിയിൽപ്പെട്ട ആളാകട്ടെ, ഏത് ജനവിഭാഗത്തിൽപ്പെട്ട ആളാകട്ടെ, അതൊന്നും നാം കാര്യമാക്കുന്നേ ഇല്ല. And the minimum income guarantee scheme will put money into that person's bank account and bring him up to that minimum line. നാം ആ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തികയാത്ത പൈസ, ഏറ്റവും കുറഞ്ഞ വരുമാനത്തിൽ എത്താതിരിക്കുന്നതിന് അദ്ദേഹത്തിനുള്ള കുറവ് എത്രയാണോ ആ കുറവ് നികത്തുകൊണ്ട് അത്രയും സംഖ്യ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നാം നിക്ഷേപിക്കും എന്നുള്ളതാണ് നാം ചെയ്യാൻ പോകുന്ന വിപ്ലവകരമായ കാര്യം. If Narendra Modi can give 35,000 crores to Nirav Modi, Congress party can give crores and crores of rupees to the poorest people in this country. 35,000 കോടി രൂപ നീരവ് മോദിക്ക് നൽകാൻ ഇവിടുത്തെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്ക് കഴിയുമെങ്കിൽ അതിനേക്കാളൊക്കെ കോടാനുകോടി രൂപ ഇന്ത്യയിലെ പാവപ്പെട്ടവന്റെ കയ്യിലെത്തിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കും എന്നാണ് എനിക്ക് ഇവിടെ നിങ്ങളുടെ മുമ്പാകെ അറിയിക്കാനുള്ളത്. Now in states like Kerala, middle class and poor people need to educate their children and they also fall sick. ഈ നാട്ടിലെ കേരളത്തെ സംബന്ധിച്ച് തന്നെ ചിന്തിക്കുക. ഇവിടുത്തെ ഇടത്തരക്കാരും സാധാരണക്കാരും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരവരെ കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവരവരുടെ രോഗങ്ങളിൽ ചികിത്സ തേടുന്നു. Every father and mother wishes to send their children to university, to colleges and make them into engineers, doctors and lawyers. എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, കോളേജുകളിലേക്കും സർവകലാശാലകളിലേക്കും അയക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ഉന്നത ബിരുദങ്ങൾ എഞ്ചിനീയറിംഗിൽ മറ്റു വിഷയങ്ങളിൽ അവർ ആർജിക്കാനും മാതാപിതാക്കൾ അവരുടെ സന്താനങ്ങളെ കുറിച്ച് സ്വപ്നം കാണുന്നു. And of course Mr. Narendra Modi does not understand this, but poor people also get sick. പക്ഷെ നരേന്ദ്രമോദിക്ക് ഇത് മനസ്സിലായില്ലായിരിക്കാം, അദ്ദേഹത്തിന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ഈ നാട്ടിലെ ദരിദ്രന്മാരെയും രോഗം ബാധിക്കുന്നു. And poor people do not have the type of money that is required to go to the private hospitals of today, and poor people do not have the money that is required to pay the fees of the colleges and schools that have all been privatized. എന്നാൽ നല്ല ചികിത്സ ലഭിക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ നേടാൻ നമ്മുടെ നാട്ടിലെ ദരിദ്ര നാരായണന്മാർക്ക് സാധിച്ചു എന്ന് വരില്ല. അതുപോലെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാനുള്ള വളരെ വലിയ പണച്ചെലവുള്ള വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം മക്കൾക്ക് പ്രദാനം ചെയ്യാനും ഈ നാട്ടിലെ സാധാരണക്കാരായ ദരിദ്രരായ എല്ലാ മാതാപിതാക്കൾക്കും സാധിച്ചു എന്ന് വരില്ല. So the Congress party is going to, after 2009, put a serious amount of money into the education and healthcare system of India. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി വിദ്യാഭ്യാസത്തിലും ആരോഗ്യ സംവിധാനത്തിലും വളരെ കൂടുതൽ സംഖ്യ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുകയാണ്. We do not believe in blatant and complete privatization of our education system. നാം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അന്ധമായ സ്വകാര്യവൽക്കരണത്തിൽ വിശ്വസിക്കുന്നില്ല. And we are going to make sure that the highest quality colleges and universities are accessible to the poorest people of this state. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഔന്നത്യം, അതിന്റെ അക്കാദമികമായ നിലവാരം അത് ഈ നാട്ടിലെ സകല പാവങ്ങളുടെ മക്കൾക്കും ലഭ്യമാകണം എന്ന് നാം ആഗ്രഹിക്കുന്നു. So we have decided that we are going to put 6% into education. അതുകൊണ്ട് 6% വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ നിക്ഷേപിക്കാൻ
അതിനുവേണ്ടി മുതൽ മുടക്കാൻ നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്. Also, I want to send a message to the women of Kerala. ഈ കേരളത്തിലെ എന്റെ സഹോദരിമാർക്കും ഞാനൊരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നു. You are the backbone of this country. നിങ്ങൾ ഈ രാജ്യത്തിന്റെ നട്ടെല്ലാണ്. Without you, this country cannot work. നിങ്ങളെ കൂടാതെ ഈ രാജ്യം ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. So we have decided that in 2019 we are going to give you women's reservation in Lok Sabha, Rajya Sabha and all the Vidhan Sabhas of this country. അതുകൊണ്ട് 2019 വരട്ടെ നിങ്ങൾക്ക് പൂർണ്ണമായ വനിതാ സംവരണം ലോക്സഭയിലും രാജ്യസഭയിലും മാത്രമല്ല ഈ രാജ്യത്തിലെ സകല അസംബ്ലികളിലും വിധാനസഭകളിലും സ്ത്രീകൾക്ക് നൽകാൻ നാം തീർച്ചപ്പെടുത്തുകയാണ്. 33% of Vidhan Sabha and Rajya Sabha, Lok Sabha seats will be reserved for women. ലോക്സഭയുടെയും രാജ്യസഭയുടെയും വിധാനസഭയുടെയും സീറ്റിന്റെ 33% വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്യുമെന്ന് ഞാൻ അവരെ അറിയിക്കുകയാണ്. But we are not going to stop there. We are not going to stop there. നാം അവിടെ വെച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. We are going to pass a law by which 33% of all jobs in the national government are going to be reserved for women. അതുമാത്രമല്ല ഈ രാജ്യത്തിലെ ദേശീയ സ്ഥാപനങ്ങളിൽ ദേശീയമായ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സകല സ്ഥാപനങ്ങളിലും 33% തൊഴിൽ സംവരണവും സ്ത്രീകൾക്ക് ഉറപ്പുവരുത്താൻ നാം ആഗ്രഹിക്കുകയാണ്. And I'm very sad because the Prime Minister's job is to give direction and show direction to the country. എനിക്ക് വളരെ ഖേദമുണ്ട്, ഞാൻ ദുഃഖിക്കുന്നു. ഒരു പ്രധാനമന്ത്രി ആരാണ്? ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ മുമ്പിൽ ചില കൽപ്പനകൾ പുറപ്പെടുവിക്കുന്ന ആളാണോ? The country looks towards the Prime Minister for direction. രാജ്യം ഒരു പ്രധാനമന്ത്രിയിലേക്ക് അദ്ദേഹത്തിന്റെ മാർഗദർശനത്തിന് വേണ്ടി നോക്കുന്ന ഒരവസ്ഥയാണ് നാം ആഗ്രഹിക്കുന്നത്. And when his MLA, the BJP MLA in Uttar Pradesh, molested, raped a girl, the Prime Minister did not take action against that man. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ MLA, യുപിയിലെ ബിജെപിയുടെ MLA ഒരു സ്ത്രീയെ മാനഭംഗം ചെയ്തപ്പോൾ അതിൽ നടപടിയെടുക്കാൻ ഈ പ്രധാനമന്ത്രി തയ്യാറായില്ല. The Prime Minister should tell the nation why he allows his MLAs to rape women. എന്തുകൊണ്ടാണ് സ്ത്രീകളെ മാനഭംഗം ചെയ്യാൻ തന്റെ MLA-മാരെ അനുവദിക്കുന്നതെന്ന കാര്യം ഈ രാജ്യത്തോട് പ്രധാനമന്ത്രി തുറന്നു പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. This morning I met the fishermen of Kerala. ഇന്ന് രാവിലെ ഞാൻ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ കണ്ടു. And we have committed to them that their voice will be heard in Delhi. We are going to create a ministry dedicated for fishermen in Delhi. അവരുടെ ശബ്ദം ഡൽഹിയിൽ മുഴങ്ങുക തന്നെ ചെയ്യും. അതിനുവേണ്ടി കേന്ദ്ര മന്ത്രിസഭയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുമെന്ന് ഞാൻ അവർക്ക് ഉറപ്പ് നൽകുകയുണ്ടായി. But the most important thing for this country going forward is jobs for our youngsters. പക്ഷേ ഈ രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ അടിയന്തര പ്രാധാന്യമായിട്ട് നാം ചെയ്യേണ്ട മറ്റൊന്നുണ്ട്. അത് ചെറുപ്പക്കാർക്ക് സാധിക്കുന്നത്ര തൊഴിലവസരങ്ങൾ നൽകുക എന്നതാണ്. Today millions of youngsters want to start businesses. ഇന്ന് മില്യൺ കണക്കിന് ചെറുപ്പക്കാർക്ക് ബിസിനസ്സിൽ ഏർപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. Millions of men and women want to be entrepreneurs. മില്യൺ കണക്കിന് യുവാക്കൾ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നു. They are the army that can give India jobs. അവരാണ് ഇന്ത്യക്ക് ജോലി നൽകാൻ സാധിക്കുന്ന രാജ്യത്തിന്റെ സൈന്യം. They are our non-violent job creation army. അവരാണ് ഈ നാട്ടിലെ അഹിംസ ഉയർത്തിപ്പിടിക്കുന്ന തൊഴിൽദായകരായ സേനാ വ്യൂഹം. But our banking system has been handed over by Narendra Modi to his 15-20 crony capitalist friends. പക്ഷേ 10-15 അല്ലെങ്കിൽ 20 മുതലാളിമാർക്ക് വേണ്ടി രാജ്യത്തിന്റെ സമ്പദ്ഘടന അടിയറവെക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തത്. People like Nirav Bhai, Mehul Choksi, Vijay Mallya and Anil Ambani. അനിൽ അംബാനി, മെഹുൽ ചോക്സി, നീരവ് മോദി തുടങ്ങിയ ധനാഢ്യർക്ക് വേണ്ടി രാജ്യത്തിന്റെ സമ്പദ്ഘടന അദ്ദേഹം അടിയറവെച്ചു. We are going to take the banking system back out of the hands of these crooks. ഈ നാട്ടിലെ ബാങ്ക് സമ്പ്രദായം, ബാങ്കിംഗ് വ്യവസ്ഥ അവർക്ക് വേണ്ടി അടിയറവെച്ചു പ്രധാനമന്ത്രിയെങ്കിൽ ആ ബാങ്കിംഗ് വ്യവസ്ഥ ഈ ധനാഢ്യരുടെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കാനും അതിനെ വീണ്ടെടുക്കാനും നാം ഉദ്ദേശിക്കുകയാണ്. And we are going to open the doors of our banks to the entrepreneurs, the millions of entrepreneurs of this country. നാം ഈ നാട്ടിലെ ബാങ്കുകളുടെ കവാടങ്ങൾ സംരംഭകരായി മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന
മുഴുവൻ പൗരന്മാർക്കും വേണ്ടി തുറന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. We are going to help our farmers by building food processing plants right near their farms. നാം കൃഷിപ്പാടത്തിനടുത്ത് തന്നെ ഭക്ഷ്യോൽപാദക സംവിധാനം ഒരുക്കാനുള്ള സൗകര്യം ചെയ്തുകൊണ്ട് കർഷകരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. And we are going to build infrastructure so that our fruits and vegetables and what our farmers grow can reach the plates of all our cities. നമ്മുടെ നാട്ടിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങൾ, അവർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ അത് നാട്ടിലെല്ലാവർക്കും ആവശ്യമുള്ളിടത്തൊക്കെ എത്തിക്കാൻ ആവശ്യമായ ഭൗതിക സൗകര്യ വികസനവും നാം ആഗ്രഹിക്കുന്നു. Mr. Narendra Modi imposed a flawed GST on this country. ഈ നാട്ടിൽ വ്യാജമായ ഒരു GST നരേന്ദ്രമോദി അടിച്ചേൽപ്പിക്കുകയുണ്ടായി. Small shopkeepers, small and medium businesses were destroyed by this GST. എന്താണ് ഇതിന്റെ ഫലം? ചെറുകിട കർഷകർ തകർക്കപ്പെട്ടു. ചെറുകിട വ്യാപാരികൾ വലിയ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. 5 different taxes, huge amount of taxes. People don't even understand what Narendra Modi GST is. 5 വ്യത്യസ്തമായ നികുതികൾ. ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്താണ് ഈ നികുതികളുടെ വ്യത്യാസം. ആകെ കൂടി സങ്കീർണമായ ഒരു നികുതി സമ്പ്രദായമാണ് നരേന്ദ്രമോദി കൊണ്ടുവന്നത്. I want to tell the shopkeepers and small and medium business owners of Kerala, we are going to transform this GST. We are going to transform Gabbar Singh tax and give you a real GST. നാം ഈ GST സമ്പ്രദായത്തെ ഉടച്ചു വാർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ കേരളത്തിലെ കർഷകർക്കും വ്യാപാരികൾക്കും ഉറപ്പു നൽകുകയാണ്. ഈ പ്രതിലോമപരമായ നികുതി സമ്പ്രദായത്തെ തകർത്ത് നിങ്ങൾക്ക് ഏറ്റവും സരളമായ രീതിയിലുള്ള ഒറ്റ നികുതി സമ്പ്രദായം നാം കൊണ്ടുവരിക തന്നെ ചെയ്യും. A simple, transparent GST, one tax and as low a tax as possible. ഏറ്റവും കുറഞ്ഞ സരളമായ സുതാര്യമായ ഒരു നികുതി സമ്പ്രദായം, ഒറ്റ നികുതി, എല്ലാവർക്കും ഏകീകൃത നികുതി. Now I would like to say a little bit about the CPM. ഞാൻ അല്പം CPM-നെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. It is very interesting. There are 2 youngsters. I visited their families today. വളരെ കൗതുകകരമെന്നല്ലാതെ എന്തു പറയേണ്ടു. ഈ നാട്ടിലെ 2 ചെറുപ്പക്കാർ, കൊല ചെയ്യപ്പെട്ട ചെറുപ്പക്കാർ, ഞാൻ അവരുടെ ഭവനങ്ങളിൽ നിന്ന് സന്ദർശിക്കുകയുണ്ടായി. Innocent, beautiful youngsters. വളരെ സുന്ദരന്മാരായ നിരപരാധികളായ 2 ചെറുപ്പക്കാർ. And the CPM killed them. CPM അവരെ വധിച്ചു. The CPM thinks that they can remain in power in Kerala through violence. അക്രമത്തിലൂടെ അധികാരത്തിൽ എല്ലാ കാലവും തുടരാമെന്നാണ് CPM ആഗ്രഹിക്കുന്നത്. No way. ഒരു വഴിയുമില്ല. And I want to also remind the people ഞാൻ ജനങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനും ആഗ്രഹിക്കുന്നു. that Kerala is a land of justice. കേരളം നീതിയുടെ മണ്ണാണ്. And these 2 youngsters, they will get justice. ഈ 2 ചെറുപ്പക്കാർ അവർക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And the people who are responsible for murdering these 2 youngsters will get justice. ഈ 2 ചെറുപ്പക്കാരെ നിഷ്കാസനം ചെയ്യാൻ, അവരെ വധിച്ചു കളയാൻ ഉത്തരവാദികളായവരാരോ അവരെ നീതിയിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും ഞാൻ ഇവിടെ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. I want to ask the CPM where they were when Kerala was facing the floods. ഞാൻ CPM-നോട് ചോദിക്കുന്നു, കേരളം പ്രളയത്തെ അഭിമുഖീകരിച്ചപ്പോൾ അവരെവിടെയായിരുന്നു? I want to ask the CPM what they did for the 10,000 families who were affected by the floods. 10,000 കുടുംബങ്ങൾ പ്രളയബാധിതർ അവരുടെ ക്ഷേമത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നും അവരോട് ഞാൻ ചോദിക്കുന്നു. The only thing the CPM is capable of doing is acting violently. CPM-ന് ആകെ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഹിംസാധിഷ്ഠിതമായ രാഷ്ട്രീയമാണ്. But when it comes to job creation, the CPM has no answer. തൊഴിൽ സൃഷ്ടിപ്പിന്റെ കാര്യം വരുമ്പോൾ CPM-ന് മറുപടിയില്ല. In the cashew industry, 3 lakh women have lost their jobs. 3 ലക്ഷം സ്ത്രീകൾക്കാണ് കശുവണ്ടി വ്യവസായത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടത്. Cashew processing plant after processing plant is closed. കശുമാവ് സംസ്കരണ പദ്ധതിയുടെ പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ടി വന്നു. Rubber plantations are destroyed. റബ്ബർ പ്ലാന്റേഷനുകൾ തകർക്കപ്പെട്ടു. The Congress party used to give an MSP. The CPM scrapped it. കോൺഗ്രസ് പാർട്ടി കൊടുത്തിരുന്ന MSP അതും ഈ CPM-ന്റെ ഭരണത്തിൽ ഇല്ലാതെയായി. So
So the CPM has a lot to answer to the people of Kerala. അതുകൊണ്ട് സിപിഎമ്മിന് ഒരുപാട് ഇത്തരം ചോദ്യങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ട ബാധ്യതയുണ്ട് എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. I think it is going to take some more time for the CPM to realize that their ideology is defunct. തങ്ങളുടെ പ്രത്യയശാസ്ത്രം പൊള്ളയാണെന്ന കാര്യം തിരിച്ചറിയാൻ സിപിഎമ്മിന് കുറച്ചു കാലം കൂടി വേണ്ടി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. They are grasping straws. They are grasping straws. Yeah. അവരുടെ ധാരണാശക്തി വിഫലമാണ്. In Kerala, the UDF is a formidable force. ഈ കേരളക്കരയിൽ ഐക്യജനാധിപത്യ മുന്നണി ഒരു ശക്തി ദുർഗമാണ്. I thank all the senior leaders of the UDF for coming here this evening. യുഡിഎഫിന്റെ സകല മുതിർന്ന നേതാക്കളെയും ഇവിടെ വന്നതിന്റെ പേരിൽ ഞാൻ അവർക്ക് നന്ദി പറയുകയാണ്. They represent the voice of Kerala. അവരിന്ന് കേരളത്തിന്റെ ശബ്ദമാണ്. We are going to win the coming election in Delhi. നാം ഡൽഹിയിൽ അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറയാം. And I am confident that the great workers of the Congress party and the workers of the UDF will show the spirit and the power of the Congress and the UDF idea to the CPM in Kerala. ഈ കേരളക്കരയിലെ യുഡിഎഫിന്റെ പ്രവർത്തകർ, യുഡിഎഫിന്റെ കർമ്മഭടന്മാർ അവരുടെ ആത്മവീര്യവും അവരുടെ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും സിപിഎമ്മിന്റെ മറുപടിയായി വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് വലിയ പ്രത്യാശയുണ്ട്. In a way, both the BJP, RSS and the CPM use violence. ഒരർത്ഥത്തിൽ ബിജെപിയും സിപിഎം രണ്ടു കൂട്ടരും അക്രമത്തെയാണ് ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത്. Violence is the weapon of the weak. അക്രമം എന്ന് പറയുന്നത് ദുർബലന്റെ ആയുധമാണ്. And the Congress has always fought violence with non-violence. കോൺഗ്രസ് എന്നും ഹിംസയെ അഹിംസ കൊണ്ട് നേരിട്ടിട്ടുള്ള പ്രസ്ഥാനമാണ്. You might get the chance to listen to Mr. Narendra Modi's speeches. നിങ്ങൾ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. All he does is abuse people. അദ്ദേഹം എപ്പോഴും ജനങ്ങളെ ആക്ഷേപിക്കുന്നു. He has never said anything nice about anybody. അദ്ദേഹം ഒരിക്കലും നല്ല കാര്യങ്ങൾ ഒരാളെ കുറിച്ച് പറഞ്ഞതായിട്ട് കേൾക്കുന്നില്ല. You can even listen to his speeches about Mr. Vajpayee. അദ്ദേഹം വാജ്പേയിയെ കുറിച്ച് നടത്തിയ പ്രസംഗം പോലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ you can see how he treats Mr. Advani. അദ്ദേഹം അദ്വാനിയെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. He only has respect for his friend Mr. Anil Ambani. അദ്ദേഹത്തിന് ഒരാളോടെ ബഹുമാനമുള്ളൂ, അത് തന്റെ സ്നേഹിതനായ അനിൽ അംബാനിയോട് മാത്രമാണ്. And I want to tell you a little bit about the Rafale deal. ഞാൻ അല്പസമയം റഫാൽ കരാറിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. I am going to speak in a little bit of detail. ഞാൻ അല്പം വിശദാംശങ്ങളോടെയാണ് നിങ്ങളുടെ മുമ്പാകെ ആ വിഷയം അവതരിപ്പിക്കുന്നത്. I'm sad that Anthony is not here because he understands this very well. ആന്റണി ജി ഇവിടെ ഇല്ലാത്തതിൽ എനിക്ക് ഖേദമുണ്ട്. അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയമാണ്. The Rafale deal is the biggest defense contract in the world. റഫാൽ നീഡ് ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര കരാറായിരുന്നു. And it is the future of the Indian Air Force. അത് ഇന്ത്യയുടെ വ്യോമസേനയുടെ ഭാവിയെ ബാധിക്കുന്നതുമായി. When Mr. Anthony was defense minister, the Air Force negotiated with France for the Rafale deal. മിസ്റ്റർ ആന്റണി മന്ത്രിയായിരുന്ന സമയത്ത് ഫ്രാൻസുമായി റഫാൽ കരാറിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തുനിഞ്ഞു. One plane was to cost 526 crore rupees. 526 കോടി ഒരു വിമാനത്തിന്. അന്ന് കരാറിൽ ഉണ്ടായിരുന്ന വ്യവസ്ഥ. And we were very clear that the aircraft had to be made in India and it had to be made by Hindustan Aeronautical Limited, a public sector company. ആ കരാറിൽ വളരെ വ്യക്തമായി വ്യവസ്ഥ ചെയ്തിരുന്നു, വിമാനം ഇന്ത്യയിൽ വെച്ച് നിർമ്മിക്കപ്പെടണമെന്നും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് കമ്പനിയുടെ നേതൃത്വത്തിൽ അവിടെ വെച്ച് ആ വിമാനത്തിന്റെ നിർമ്മാണം നടക്കണമെന്നും. We wanted this contract to give jobs to Indian youngsters and we wanted to build India's strategic capability. നാം ഈ കരാറിലൂടെ ഉദ്ദേശിച്ചത് ഇന്ത്യയിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകാനും ഇന്ത്യയുടെ പോർവിമാന ശക്തി വർദ്ധിപ്പിക്കാനുമാണ്. We wanted the highest technology aircraft to be made in India.
ഏറ്റവും ഉത്കൃഷ്ടമായ നിലവാരമുള്ള വിമാന നിർമ്മാണ അവസ്ഥ ഇന്ത്യക്കുണ്ടാകണമെന്ന് നാം ആഗ്രഹിച്ചു. Who knows, maybe some parts of it could have been made in Kerala. ആർക്കറിയാം, അതിന്റെ ചില ഭാഗങ്ങൾ പക്ഷേ കേരളത്തിലും വെച്ച് നിർമ്മിക്കപ്പെടാൻ സാധിക്കുമായിരുന്നു. 95% of the contract was ready. ആ കരാറിന്റെ 95% പൂർത്തീകരിക്കപ്പെട്ടിരുന്നു. Then Mr. Narendra Modi flew to Paris with Mr. Anil Ambani. അപ്പോഴാണ് നരേന്ദ്രമോദി അനിൽ അംബാനിയെ കൂട്ടി ഫ്രാൻസിലേക്ക് പറന്നത്. Brothers and sisters, this is a matter of record. Mr. Anil Ambani was part of Mr. Narendra Modi's delegation to Paris. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ കരാർ സംബന്ധമായി ഫ്രാൻസിലേക്ക് പോയ നരേന്ദ്രമോദിയുടെ കൂടെ അകമ്പടിയായി അനിൽ അംബാനി പോയിരുന്നുവെന്നുള്ളത് വ്യക്തമായ രേഖയിലുള്ളതാണ്. A few weeks before going on the plane, going to Paris, Mr. Anil Ambani had met the defense minister of France. അതിനൽപ്പം ആഴ്ചകൾക്ക് മുമ്പ് ഫ്രാൻസ് സന്ദർശിച്ച അനിൽ അംബാനി ഫ്രാൻസിന്റെ പ്രതിരോധ മന്ത്രിയെ ചെന്ന് കാണുകയുമുണ്ടായി. That is a matter of record. അതും രേഖയിലുള്ളതാണ്. Narendra Modi changed the Rafale deal. നരേന്ദ്രമോദി റഫാൽ കരാർ മാറ്റി. He snatched the Rafale deal from HAL and he gave it to Anil Ambani. ആന്റണി അന്ന് ചെയ്തിരുന്ന കരാർ അനുസരിച്ചുള്ള വ്യവസ്ഥകൾ മാറ്റി അനിൽ അംബാനിക്ക് അത് നൽകുവാൻ വേണ്ടി അദ്ദേഹം അതിൽ ഇടപെട്ടു. And he personally told the president of France that Mr. Anil Ambani should get the contract. അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റിനോട് നേരിട്ട് പറഞ്ഞു ഈ കരാർ അനിൽ അംബാനിക്ക് നൽകണം എന്ന്. If you search the internet, you can see President Hollande of France told the press that Narendra Modi personally told him to give the contract to Anil Ambani and reduce the number of planes India was going to buy. ഇന്ത്യ വാങ്ങുന്ന വിമാനത്തിന്റെ എണ്ണം കുറക്കണമെന്നും അനിൽ അംബാനിക്ക് ഈ കരാർ നൽകണമെന്നും നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റിനോട് പറഞ്ഞുവെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇന്റർനെറ്റ് പരിശോധിച്ചാൽ സുവ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. Mr. Narendra Modi gave Anil Ambani 30,000 crores of Indian Air Force money. ഇന്ത്യയുടെ വ്യോമസേനയുടെ 30,000 കോടി രൂപ അങ്ങനെ നരേന്ദ്രമോദി അനിൽ അംബാനിക്ക് നൽകി. Since then a lot has happened. അതിനുശേഷം മറ്റു പല കാര്യങ്ങളും സംഭവിച്ചു. Defense Ministry papers have come out. രാജ്യരക്ഷാ മന്ത്രാലയത്തിന്റെ രേഖകൾ പുറത്തു വന്നിരിക്കുന്നു. And the senior most officers who were negotiating the Rafale deal have said in these papers that Narendra Modi carried out a parallel negotiation with France. ഫ്രാൻസുമായി നരേന്ദ്രമോദി നടത്തിയ കരാറിന്റെ ചർച്ചകൾ, ആ ചർച്ചകൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ രേഖകളും അവർ ഒപ്പിട്ട കടലാസുകളും വെളിക്ക് വന്നിരിക്കുന്നു. They clearly state in the papers that the Prime Minister is carrying out a direct negotiation with the government of France. ഈ കടലാസുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഒരു കരാറിൽ ഇടപെട്ടു. ആ കരാറിന്റെ വ്യവസ്ഥകൾ അദ്ദേഹം നേരിട്ട് ഫ്രാൻസിന്റെ ഭരണാധികാരിയോട് സംസാരിച്ചു. The papers clearly state that Narendra Modi personally increased the price of the Rafale aircraft. റഫാൽ വിമാനങ്ങളുടെ പോർ വിമാനങ്ങളുടെ വില നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ട് വർദ്ധിപ്പിച്ചു എന്നുള്ളതും ഈ രേഖകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. The same papers say that Narendra Modi's intervention will result in the Rafale aircraft coming late. റഫാൽ വിമാനങ്ങൾ വൈകി മാത്രം പുറത്തിറങ്ങാൻ ആണ് അദ്ദേഹത്തിന്റെ ഈ കരാർ ഇടപാടുകൾ സഹായിച്ചതെന്ന കാര്യവും ഈ രേഖകൾ നമ്മോട് സംസാരിക്കുന്നു. The CBI chief decided that he wanted to do an inquiry. CBIയുടെ അധിപൻ ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു. The CBI chief was removed personally by Mr. Narendra Modi at 1:30 at night. അന്വേഷണത്തിന് മുതിർന്ന CBIയുടെ മേലധികാരിയെ അർദ്ധരാത്രി 1:30 മണിക്ക് നരേന്ദ്രമോദി ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. The Supreme Court said that the CBI chief should be reinstated. CBIയുടെ മുഖ്യനെ അധിപനെ ആ സ്ഥാനത്ത് പുനഃപ്രതിഷ്ഠിക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. Narendra Modi reinstated the CBI chief and then within a few hours he removed him again. അദ്ദേഹം സുപ്രീം കോടതിയുടെ ആവശ്യം മാനിച്ച് അല്പസമയത്തേക്ക് CBIയുടെ മേധാവിയെ ആ സ്ഥാനത്ത് തിരിച്ചു കൊണ്ടുവന്നുവെങ്കിലും ഒട്ടും വൈകാതെ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുകയുണ്ടായി. Brothers and sisters, the reason for the CBI chief's removal is absolutely crystal clear. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, CBIയുടെ സാരഥിയെ ഈ
അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന്റെ പിന്നിലുള്ള കളി വളരെ വ്യക്തമാണ്. The day an inquiry is held into the Rafale matter, the day justice is brought to the Rafale matter, is the day Mr. Narendra Modi and Mr. Anil Ambani will find themselves in jail. ഈ റഫാൽ കരാറിന്റെ കാര്യത്തിൽ, ഉടമ്പടിയുടെ കാര്യത്തിൽ നീതി നടപ്പിലാക്കപ്പെടുകയാണെങ്കിൽ, ആ അതിക്രമങ്ങൾക്ക് പരിഹാരമായുള്ള നീതി ഇവിടെ നടപ്പിലാക്കപ്പെടുമെങ്കിൽ, ആ നീതി നടപ്പിലാക്കുന്ന ദിവസം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും അനിൽ അംബാനിയും ഈ രാജ്യത്ത് തടവറകളിൽ അകപ്പെടുന്ന ദിവസമായിരിക്കും അത് എന്ന്. The Congress party is not going to let anybody get away from justice. ഈ നാട്ടിലെ ഒരുത്തനെയും നീതിയുടെ പരിധിയിൽ നിന്ന് പുറത്തു കടക്കാൻ കോൺഗ്രസ് പാർട്ടി അനുവദിക്കുകയില്ല എന്ന് ഞാൻ ഇവിടെ. It doesn't matter even if he is the Prime Minister of India. Nobody is going to be allowed to steal from the Air Force. അതാരാകട്ടെ, രാജ്യത്തെ ഭരിക്കുന്ന പ്രധാനമന്ത്രി തന്നെയായാലും നീതിയെ നേരിടേണ്ടുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒഴിവാകാൻ സാധിക്കില്ല. The papers are crystal clear. The Defense Ministry has themselves said it. The Prime Minister has negotiated personally and cost the Air Force 30,000 crores. ഈ കരാറുകൾ വളരെ വ്യക്തമാണ്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കടലാസ് രേഖകളിൽ നിന്ന് വ്യക്തമായി തീരുന്ന പോലെ 30,000 കോടി രൂപ ഇന്ത്യക്ക് നഷ്ടപ്പെടുത്തിയ ഈ കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. We are going to do justice for the Air Force. നാം വ്യോമസേനയോട് നീതി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Finally, both the BJP and the CPM have unleashed a reign of terror in Kerala and the nation. അവസാന വിശകലനത്തിൽ ഞാൻ പറയട്ടെ, കേരളത്തിൽ ഹിംസയുടെ അന്തരീക്ഷമാണ് ബിജെപിയും സിപിഎമ്മും ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ളത്. This country belongs to everybody. ഈ രാജ്യം എല്ലാവർക്കും ഉള്ളതാണ്. All people of this country should be allowed to live comfortably in this country. ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും സുഖ സൗകര്യത്തോടെ ജീവിക്കാനുള്ള സംവിധാനം, സാഹചര്യം രാജ്യത്തുണ്ടാവണം. No one should live in fear in India. ആരും പേടിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ വരരുത്. And the Congress party is the only party that can ensure love, affection and peace in this country. സ്നേഹവും സൗഹൃദവും സമാധാനവും ഈ ഇന്ത്യ രാജ്യത്തിന് ഉറപ്പുവരുത്താൻ സാധിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. Because the Congress party is the voice of everybody in this country. കാരണം കോൺഗ്രസ് ഈ രാജ്യത്ത് അധിവസിക്കുന്ന ഓരോ വ്യക്തിയുടെയും സ്വരമാണ്. We protect every single person. നാം ഈ രാജ്യത്തെ ഓരോ വ്യക്തിയെയും സംരക്ഷിക്കുന്നു. Regardless of his religion, regardless of his caste, regardless of the language he speaks, regardless of his state. മത, ജാതി, ഭാഷ, സംസ്ഥാന ഭേദങ്ങൾക്ക് അതീതമായി ഇന്ത്യയിലെ സകല പൗരന്മാരെയും നാം സംരക്ഷിക്കുന്നു. For us, everybody is part of this great ocean called India. നമുക്ക് എല്ലാവരും ഇന്ത്യ എന്ന് പറയുന്ന കടലിന്റെ ഒരു തുള്ളിയാണ്. And our starting point when we speak to India is humility. രാജ്യത്തോട് നാം സംസാരിക്കുമ്പോൾ നാം തുടങ്ങേണ്ടത് We respect വിനയത്തിൽ നിന്നാണ്. We respect the intelligence and the understanding of every single Indian. ഓരോ ഇന്ത്യക്കാരന്റെയും വിവേകം, ഓരോ ഇന്ത്യക്കാരന്റെയും ബുദ്ധിശേഷി, അതിനെല്ലാം നാം ആദരിക്കുന്നു. We understand that all of you make up this country. നിങ്ങൾ എല്ലാവരും ചേർന്നാണ് ഈ രാജ്യത്തെ നിർമ്മിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. And we want to work with you. നാം നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. Work for you. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. To transform this nation. ഈ രാജ്യത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി. I thank all my brothers and sisters for coming here today. ഞാൻ എൻ്റെ എല്ലാ സഹോദര സഹോദരിമാരെയും ഇവിടെ നിങ്ങൾ ഇന്ന് ആഗമനം കൊണ്ടതിന്റെ പേരിൽ അഭിവാദ്യം ചെയ്യാനും നിങ്ങൾക്ക് നന്ദി പറയാനും ആഗ്രഹിക്കുന്നു. You have come from very far, so I'd like to thank you. And I also want to thank you because all of you fight for our ideology. നിങ്ങൾ എല്ലാവരും വളരെ ദൂരങ്ങളിൽ നിന്ന് സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നത് ഇവിടെ വന്നതിന് മാത്രമല്ല, നമ്മുടെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ പേരിലും ഞാൻ നിങ്ങൾക്ക് കൃതജ്ഞത പറയുന്നു. നമുക്ക് നിങ്ങൾ സമരം ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ ഏറ്റുമുട്ടുന്നത് ബിജെപിയുടെയും RSSന്റെയും CPMന്റെയും ഹിംസാത്മകതയോടാണ്. And you turn when they hate you, when they hit you, you reply with love. അവർ നിങ്ങളെ പ്രഹരിക്കുമ്പോൾ, അവർ നിങ്ങളെ ആക്രമിക്കുമ്പോൾ സ്നേഹത്തിന്റെ ഭാഷയിലാണ് നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത്. I am extremely proud of all of you. Thank you very much. Jai Hind. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ അഭിമാനം കൊള്ളുന്നു. നിങ്ങൾക്ക് നന്ദി പറയുന്നു. ജയ് ഹിന്ദ്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി MP, പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CT മുഹമ്മദ് ബഷീർ MP, രണ്ടുപേരും
ഈ വേദിയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ഉണ്ട് എന്ന കാര്യം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമന്വയ നേതാക്കന്മാർ ശ്രീ പാലക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ശ്രീ പി വി അബ്ദുൽ വഹാബ്, ശ്രീ കെ പി എ നജീബ്, ശ്രീ ഉമർ പങ്കേശാല തുടങ്ങിയ നേതാക്കന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നിങ്ങൾ അറിയിക്കുവാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ KPCC നേതാക്കന്മാർ കോൺഗ്രസ് അധ്യക്ഷന് പുഷ്പഹാരം സമർപ്പിക്കുന്നു. ദയവായി രാഹുൽജിക്ക് പുഷ്പഹാരം അർപ്പിക്കാനുള്ള സമയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാർ